ആ മാറ്റമുണ്ട്. ആദ്യത്തില് ഇത്ര ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല സുഖത്തിന്. സുഖം കുഴപ്പമില്ല എന്ന് പറയലായിരുന്നു. ഇപ്പൊ സുഖം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അല്ലേ നമ്മള് ഇന്നലെ പറഞ്ഞെടുത്തുനിന്ന് തുടങ്ങാം. ഇന്ന് എന്തുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെസ്സേജ് അയക്കുക. ഇടയ്ക്ക് മെസ്സേജുകൾ അയക്കുക പറയുമ്പോൾ എങ്കിലേ നിങ്ങൾ എൻഗേജ്ഡ് ആയിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മുടെ മൈൻഡിന് ഉള്ള ഒരു കളി എന്ന് വെച്ചാല് നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാനാണ് നമ്മളെ മൈൻഡ് ചെയ്യുക അങ്ങനെയാണ്. അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ ശ്രദ്ധിച്ചിരിക്കാൻ നമ്മളെ മൈൻഡിന് ഇഷ്ടമില്ല. നമ്മള് പണിയെടുത്ത് അതിലേക്ക് ശ്രദ്ധിപ്പിച്ച് കൊണ്ടുവന്നാലേ മൈൻഡ് അതിലേക്ക് ശ്രദ്ധിക്കുള്ളൂ. അല്ലെങ്കിൽ പല സ്ഥലത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല, എന്നാലും അങ്ങനെ ഒഴുകി കളിച്ച് നടക്കാൻ, വാൻഡർ ചെയ്ത് നടക്കാനാണ് നമ്മളെ മൈൻഡിന് ഇഷ്ടം. അതേപോലെ തന്നെ നമ്മളെ മൈൻഡിന് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഇഷ്ടമില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. അതേപോലെ തന്നെ നമ്മളെ മൈൻഡിനുള്ള ഒരു കളിയാണ് നമുക്ക് എന്ത് തന്നെയായിരുന്നാലും, നിങ്ങൾക്കിപ്പോൾ സങ്കടമായിരുന്നാലും സന്തോഷമായിരുന്നാലും ദുരിതമായിരുന്നാലും ദുഃഖങ്ങളായിരുന്നാലും ഡിപ്രഷനോ ആങ്സൈറ്റിയോ നിങ്ങൾ എന്ത് പേരിട്ട് വിളിക്കുന്ന ഇമോഷൻസ് ആയിരുന്നാലും അതിനിപ്പോ എത്ര പ്രശ്നമായിരുന്നാലും അതിലങ്ങനെ തുടർന്നു പോവാനാണ് നമ്മുടെ മൈൻഡിന് ഇഷ്ടമുള്ളൂ. അതിൽ നിന്നൊന്ന് മാറ്റം വരാൻ മൈൻഡിന് ഇഷ്ടമില്ല. ഇതിന് നമ്മള് ഒരുപക്ഷെ നിങ്ങൾക്ക് ചെറിയ ക്ലാസ്സിൽ ഫിസിക്സ് പഠിച്ച ഓർമ്മയുണ്ടെങ്കിൽ ഓർക്കുണ്ടാവും, ഇനേർഷ്യ എന്ന് പറയും. ഇനേർഷ്യ എന്തായിരുന്നാലും അവിടെ പിടിച്ചിരിക്കുക. മാറ്റം നമ്മുടെ മൈൻഡിന്റെ ഉള്ളില്, ഞാൻ പറഞ്ഞ നമ്മളെ ബോധതലത്തിൽ നമുക്ക് മാറണം മാറണം എന്ന് ആഗ്രഹം ഉണ്ടാവും. ഇതേപോലെ ജീവിച്ചിട്ട് കാര്യമില്ല, ഞാൻ ഉദ്ദേശിച്ച ലൈഫ് നമ്മൾ ലക്ഷ്യം വെച്ച ലക്ഷ്യങ്ങളിലേക്ക് എത്തണം എന്നൊക്കെ നമ്മുടെ ബോധതലത്തിൽ ഉണ്ടാവും. പക്ഷെ നമ്മുടെ മൈൻഡിന് ഇതൊന്നും ഇഷ്ടമില്ല. മൈൻഡ് ഇവിടെ ഇങ്ങനെ എവിടെ പോണ് അതേപോലെ ഇങ്ങനെ ഇരിക്കുക. അതാണ് മൈൻഡിന് ഇഷ്ടം. അപ്പൊ നമ്മളെ കംഫർട്ട് സോണിന്റെ ഉള്ളില് അങ്ങനെ ഇരിക്കുക. അതിന്റെ പുറത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ശരിക്കില്ലേ, അത് നമ്മളെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് മൈൻഡ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, സേഫ് ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് മൈൻഡ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അത് നമുക്ക് മാറ്റം വരുത്താനുള്ള ഒരു പ്രശ്നമായിട്ട്, ഒരു തടസ്സമായിട്ട് അതവിടെ നിൽക്കും. അപ്പൊ നമ്മളെ മനസ്സിലാക്കിയിട്ട് വേണം അത് ഓവർടേക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് ചെയ്യാനുള്ളത് നമ്മള് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇന്നലത്തെ സെഷനിൽ അറ്റൻഡ് ചെയ്യാത്ത കുറെ പേര് ഇവിടെ ഉണ്ടോ? പുതിയതായിട്ട് വന്ന ഒരുപാട് പേര് ഇതിലുണ്ടോ? ഉണ്ടെങ്കിൽ പുതിയ ന്യൂ എൻ എന്ന് കമന്റ് ചെയ്യൂ. പുതിയതായിട്ട് വന്ന എത്ര പേര് ഇതിലുണ്ട്? എൻ എന്ന് കമന്റ് ചെയ്യൂ. ചാറ്റ് ബോട്ട് എടുക്കുക, എൻ എന്ന് കമന്റ് ചെയ്യൂ. നിങ്ങൾ ഇന്നലെ ഉള്ള ആളുകളാണെങ്കിൽ ഓ എന്ന് കമന്റ് ചെയ്യൂ. ഓക്കെ, ഒരു എൻ വന്നിട്ടുണ്ട്. രശ്മി എൻ എസ്. ഓക്കെ, ബാക്കിയുള്ളവർ ഓ എന്ന് കമന്റ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു വെച്ചത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഓർമ്മയുണ്ടാവും ഒരുപാട് പേർക്ക്. ഞാനൊന്ന് ചെറുതായിട്ട് പറഞ്ഞുതരാം. അവയർനെസ്, അതായത് അവബോധം. നമ്മുടെ ലൈഫിലുള്ള പ്രശ്നങ്ങള് ദുരിതങ്ങള് ദുഃഖങ്ങള് അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മൾ ഇത്രയും കാലം എന്താ ചെയ്തുകൊണ്ടിരുന്നത്? നമ്മുടെ മൈൻഡ് എന്താ ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾക്ക് അതിന് കാരണങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ ഹസ്ബൻഡിന്റെ പ്രശ്നം കൊണ്ടാണ് ഞാൻ സങ്കടപ്പെടുന്നത്, എൻ്റെ ഭാര്യയുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ്, അവൾ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല, അതാണ് എൻ്റെ മനസ്സ് ഇങ്ങനെ ആയത്, ഞാൻ ഡിപ്രഷൻ അടിക്കുന്നതിൻ്റെ കാരണം എൻ്റെ സാഹചര്യങ്ങളായിരുന്നു, എൻ്റെ ബാക്കിയുള്ള പ്രശ്നങ്ങൾക്ക് ഞാൻ സാമ്പത്തികമായിട്ട് രക്ഷപ്പെടാത്തത് എൻ്റെ മുന്നിൽ അവസരങ്ങളില്ലാത്തത് കൊണ്ടായിരുന്നു, ഞാൻ ജനിച്ച വീട്ടിലെ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു, ഞാൻ വളർന്ന ചുറ്റുപാട്, എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ലൈഫിൽ ഞാൻ വിചാരിച്ച ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ള ഒരു സംഭവത്തിലായിരുന്നു നമ്മൾ വിചാരിച്ചു കൊണ്ടിരുന്നത്. നമ്മുടെ വിശ്വാസങ്ങൾ അങ്ങനെയായിരുന്നു. അതിൽ നിന്നും അവയർനെസ്സിൽ നമ്മൾ മാറ്റം വരുത്തണം. നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മുടെ സാമ്പത്തികപരമായിട്ടും അസുഖമായിട്ടും, നിങ്ങൾ ഏത് അസുഖം, അതിൽ ഇന്ന അസുഖം മറ്റേ അസുഖം എന്നില്ല, ഏത് അസുഖമായിരുന്നാലും, നമ്മുടെ റിലേഷൻസ് ബന്ധങ്ങളിലുള്ള പ്രോബ്ലംസ് ആയിരുന്നാലും, അതിൻ്റെയൊക്കെ പ്രശ്നം നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. നമുക്ക് സങ്കടം വരുന്നത് പുറത്തുള്ള റീസൺ കൊണ്ടല്ല, നമുക്ക് സങ്കടം വരുന്നത് നമ്മുടെ തലയിലുള്ള അമിഗ്ഡല ആക്റ്റീവ് ആവുമ്പോഴാണ് നമുക്ക് സങ്കടം വരുന്നത്.
നമ്മുടെ തലയിലുള്ള ബയോകെമിക്കൽ ഡോപ്പാമൈനും സെറോട്ടോണിനും അതേപോലെ തന്നെ ഗാബയും അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ആ സംഭവങ്ങളുടെ ബാലൻസ് മാറുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, നമുക്ക് ടെൻഷൻസ് വരുന്നത്, നമുക്ക് ആങ്സൈറ്റി അങ്ങനെയാണ് വരുന്നത്. അതല്ലാതെ പുറത്തുള്ള സാഹചര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ കാരണങ്ങളായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഒരുപാട് പേര് ഇന്നലെ ഉള്ളവരുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ ഇത് പറഞ്ഞു നിർത്താം. ഒരുപാട് കാരണങ്ങൾ പുറത്തുണ്ടായിരിക്കും, പക്ഷേ യഥാർത്ഥ പ്രശ്നം നമ്മുടെ ഉള്ളിലാണ്. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അത് എനിക്ക് തന്നെ മാറ്റാൻ സാധിക്കും. കാരണം നമ്മുടെ മൈൻഡിന്റെ അകത്തുള്ള പ്രശ്നം വേറെ ആരെയും ചെന്നല്ലല്ലോ മാറ്റേണ്ടത്, നമ്മളല്ലേ മാറ്റേണ്ടത്. അതിന് പുറത്തുനിന്ന് വേറെ ആരെയും കൊണ്ടുവരാൻ പറ്റുമോ? പുറത്തുനിന്ന് ആരെയും വന്നിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. നമ്മുടെ മൈൻഡിന്റെ അകത്തുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് എന്ന് നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഞാൻ അതിൽ മാറ്റം വരുത്തും എന്ന് തീരുമാനിക്കുന്നോ, അന്നാണ് നിങ്ങളുടെ ഹാപ്പിനെസ് ലൈഫ് ആരംഭിക്കുന്നത്. നമ്മൾ ബാക്കിയുള്ള നമുക്ക് ഒരുപാട് എക്സ്ക്യൂസസ് പറയാം. അത് അങ്ങനെ ആയിരുന്നു, ബാക്കിയുള്ളവർ ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ്, അവരെന്നെ കുറ്റപ്പെടുത്തി, എനിക്ക് സപ്പോർട്ട് കിട്ടിയില്ല, ഒരുപാട് പേര് എന്നെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കി, എൻ്റെ വീട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടിയില്ല. അങ്ങനെ ഒരുപാട് എക്സ്ക്യൂസസ് നമുക്ക് പറയാം, ഒരുപാട്. ആ സമയത്ത് എനിക്ക് പരീക്ഷയുടെ സമയത്ത് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, സാമ്പത്തികപരമായിട്ട് എനിക്ക് സപ്പോർട്ട് ഒന്നും തരാൻ ആളില്ല, ഹസ്ബൻഡ് എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, എക്സ്ക്യൂസസ് നമുക്ക് പറഞ്ഞു വെക്കാനുണ്ടായിരിക്കും. ഇതൊന്നും നമ്മൾ സന്തോഷിക്കാതിരിക്കാനുള്ള കാരണങ്ങളല്ല എന്ന് മനസ്സിലാക്കുന്നിടത്താണ് അവയർനെസ്, അവബോധം. ഇതിൻ്റെയൊക്കെ കാരണം, ഇതിൻ്റെയൊക്കെ താക്കോൽ, ഇതിൻ്റെയൊക്കെ കടിഞ്ഞാണ് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കണ്ടെത്തി അതിൻ്റെ ആ ലോക്കുകളൊക്കെ തുറക്കാൻ എന്നെ കൊണ്ട് തന്നെ സാധിക്കും. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വരാൻ കുറച്ച് സമയം എടുക്കും. പക്ഷെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാന്, ഇതെന്നെ കൊണ്ട് കഴിയും എന്നുള്ള ഒരു തീരുമാനം എടുക്കാന് നിങ്ങൾക്ക് അധികം സമയത്തിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ആ തീരുമാനം ഇപ്പം എടുക്കാം. ഇപ്പം ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം നിങ്ങൾക്ക് എടുക്കാം. എൻ്റെ ജീവിതത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കും. അതിന് വേറെ ആളല്ല അതിൻ്റെ പ്രശ്നത്തിന്റെ കാരണം. അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് ഞാൻ ഏറ്റെടുക്കും എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക. അതാണ് അവയർനെസ്. ഓക്കെ, ക്ലിയർ അല്ലേ ഞാൻ പറയുന്നത്? ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ക്ലിയർ എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? അതാണ്. അപ്പൊ അവയർനെസ് എന്ന് പറഞ്ഞാല് നമ്മൾ ഇത് ഏറ്റെടുക്കലാണ്, മനസ്സിലാക്കലാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, ചുറ്റുപാടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും, ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരിക്കും. അതിനെയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിന് പകരമായിട്ട് ഇതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും. അത് വേറൊരാളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല, ബാക്കിയുള്ള ഒരാളോട് ഇത് പറയേണ്ട കാര്യമില്ല. അതാണ് കേട്ടോ നമ്മുടെ EFT ക്ലാസ്സിന്റെ ഒരു ബ്യൂട്ടി, അതിന്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ അതാണ്. നിങ്ങളുടെ വിഷമങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ അതേപോലെ എടുത്ത് വേറൊരാളുടെ മുന്നിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അത് ഹീല് ചെയ്ത് ഒഴിവാക്കാൻ സാധിക്കും. അപ്പൊ ആദ്യം ഓക്കെ, ഒരുപാട് പേര് ക്ലിയർ യെസ് കമന്റ് ചെയ്തിട്ടുണ്ട്, താങ്ക്സ്. ഓക്കെ, അപ്പം ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ സംഭവം ഞാൻ പറഞ്ഞു, അവയർനെസ്. പിന്നെ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന്റെ ടോപ്പിക് അക്സെപ്റ്റൻസ് ആണ്, ദ ബ്യൂട്ടി ഓഫ് അക്സെപ്റ്റൻസ്. അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുക. അതിൽ നിങ്ങൾ ചെയ്യേണ്ടത്, അതിങ്ങനെ മനസ്സിൽ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഇന്ന് ഇപ്പോഴോ അതല്ലെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞിട്ടോ നിങ്ങൾ ഒരു പേപ്പറും പെന്നും എടുക്കുക. പേപ്പറും പെന്നും തന്നെ എടുക്കണം കേട്ടോ, മൊബൈലിൽ ടൈപ്പ് ചെയ്യാനൊന്നും നിൽക്കരുത്. പേപ്പറും പെന്നും എടുത്ത് എഴുതാൻ തന്നെ നോക്കണം. ഓക്കെ, എഴുതുക. നിങ്ങളുടെ ഇപ്പോഴത്തുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ മൈൻഡിൽ നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വരാനുണ്ടായ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. അതിൽ എല്ലാ സംഭവങ്ങളും എഴുതുക. ഏറ്റവും കുറഞ്ഞത് 10 കാര്യമെങ്കിലും എഴുതുക.
നിങ്ങളുടെ രോഗപരമായിട്ട് നിങ്ങളുടെ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, പരാതികൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതി വെക്കാം. രണ്ടാമത്തേതായിട്ട് നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച ലൈഫാണോ നിങ്ങൾ ലീഡ് ചെയ്യുന്നത്? എന്താണ് നിങ്ങൾക്ക് പ്രശ്നമുള്ളത്? ആവശ്യത്തിന് പൈസ നിങ്ങളിലേക്ക് വരാത്തതാണോ? പൈസ നിങ്ങൾ ചെലവഴിക്കുന്നത്, പൈസയൊക്കെ വരുന്നുണ്ട് പക്ഷെ എങ്ങട്ടാ പോണെന്ന് അറിയില്ല, അതാണോ നിങ്ങളുടെ പ്രശ്നം? അത് നിങ്ങൾ എഴുതി വെക്കുക. മാനസികപരമായിട്ട് നിങ്ങൾക്ക് ചില സമയത്ത് നിങ്ങളുടെ ഇമോഷൻസ് ഓവറായിട്ട് പൊട്ടിത്തെറിക്കുന്നു, അതല്ലെങ്കിൽ നിങ്ങളുടെ എപ്പോഴും ഡിപ്രഷൻ അടിച്ച് ഇരിക്കുന്നു. എന്താണ് നമ്മുടെ പ്രശ്നം എന്നുള്ളത്, നമ്മുടെ പഴയകാല പേടിക്കുന്ന സംഭവം എങ്ങനെ മാറ്റാം, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. 1-2 ക്ലാസ്സുകൾ കഴിയുമ്പോൾ നമ്മളത് ക്ലിയർ ആക്കി പറഞ്ഞുതരും. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. അപ്പൊ പഴയകാല സംഭവങ്ങള് നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങളെ ഇടക്കിടക്ക് വേട്ടയാടുന്ന സംഭവങ്ങള്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ ക്ലിയർ ആയിട്ട് ഒരു പേപ്പറും പെന്നും എടുത്ത് എഴുതി വെക്കുക. ഏറ്റവും കുറഞ്ഞത് 10 എണ്ണെങ്കിലും. ആ സംഭവത്തിൽ നിങ്ങളുടെ ഇപ്പം നേരിടുന്ന എല്ലാ വെല്ലുവിളികളും, എല്ലാ പ്രശ്നങ്ങളും, നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നിങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് ലൈഫ് പോകുന്നത്, അതിൽ ഏതിലൊക്കെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഘടകങ്ങളുണ്ട് എന്നുള്ളത് ഒരു ബുക്കിലും പെന്നും ബുക്കും എടുത്ത് ക്ലിയർ ആയിട്ട് എഴുതി വെക്കുക. അതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാലേ, നിങ്ങളെ ഇത് അലസായിട്ട് എവിടെ ഇട്ട് പോയത് ചിലപ്പോൾ ബാക്കിയുള്ളവരെ കണ്ടാൽ എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല അതിനെ ഇതാക്കുക. അപ്പം സേഫ് ആയിട്ട് നിങ്ങൾ അത് എടുത്തു വെക്കണം. ഓക്കെ, ഫസ്റ്റിൽ നിങ്ങൾ അത് എഴുതി വെക്കുക എന്തൊക്കെയാണ് എന്നുള്ളത്. മൊത്തത്തിൽ നിങ്ങളുടെ മൈൻഡ് മൊത്തത്തിൽ അതിലേക്ക് എഴുതി വെക്കണം. നിങ്ങളുടെ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ അത് ക്ലിയർ ആയിട്ട് എഴുതി വെക്കണം കേട്ടോ. നിങ്ങൾ ഡിപ്രഷൻ ഉണ്ട് എന്നുള്ളതല്ല. ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞാൽ മെഡിക്കൽ വിദഗ്ധർ ഒരു പേരിട്ടതാണ് അതിന്. അതൊന്നും അല്ല നമ്മുടെ പ്രശ്നം. അത് ക്ലിയർ ആയിട്ട് എഴുതി വരണം. എന്തിനാണ് എനിക്ക് ഡിപ്രഷൻ? എന്ത് ചിന്ത വരുമ്പോഴാണ് ഞാൻ ഈ പറയുന്ന ഡിപ്രഷൻ? എന്ത് ചിന്തയാണ് എനിക്കുള്ളത്? അത് ചിലപ്പോൾ ലൈഫിൽ എവിടെയും എത്തിയിട്ടില്ല, ലൈഫിൽ എന്നെ കെയർ ചെയ്യാൻ ആളുകളില്ല, എന്നെ സ്നേഹിക്കാൻ ആളുകളില്ല, അതല്ലെങ്കിൽ വേറെ എന്ത് തന്നെ ആയിരുന്നാലും അതാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. അതല്ലാതെ നിങ്ങൾ അതിനെയൊക്കെ മാറ്റി ഈ ഒരു വേർഡിലേക്ക് ഒതുക്കുമ്പോൾ ഡിപ്രഷൻ, ആങ്സൈറ്റി, ഈ വേർഡ് നമുക്ക് പോലും പൂർണ്ണമായിട്ട് അറിയില്ല അല്ലേ? അത് ഒരു വേർഡ്, ആ ഒരു കണ്ടീഷൻ, ആ ഒരു സംഭവം മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പത്തിന് ഡോക്ടേഴ്സിനും തെറാപ്പിസ്റ്റിനൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ പേര് അവിടെ ഇട്ട് വെച്ചത്. അതല്ലാതെ ബാക്കി ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇട്ട്. അപ്പൊ നിങ്ങൾ ആ പേരിട്ടല്ല നിങ്ങളുടെ സംഭവങ്ങളെ വിളിക്കേണ്ടത്. നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് എഴുതുക. എനിക്ക് ജീവിക്കാൻ ആവശ്യത്തിന് പൈസ ഇല്ല, പൈസ എങ്ങനെ ഉണ്ടാക്കണം എന്ന് എനിക്കറിയില്ല, എൻ്റെ ഫാമിലിയിൽ ഹസ്ബൻഡിന് ആവശ്യത്തിന് വരുമാനം ഇല്ല, അത് എനിക്ക് മനസ്സിൽ സംഘർഷം ഉണ്ടാക്കുന്നു. ക്ലിയർ ആയിരിക്കണം സംഭവം. അതല്ലാതെ നിങ്ങൾ എനിക്ക് ടെൻഷൻ എന്ന് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് എവിടെ എത്താൻ പറ്റില്ല. കാരണം ആ ടെൻഷൻ എന്നുള്ള വേർഡിന്റെ അപ്പുറം അത് എന്തുകൊണ്ട് ടെൻഷൻ വരുന്നു എന്നുള്ളത് ക്ലിയർ ആയി കഴിഞ്ഞാലേ നമുക്ക് അതിന്റെ സൊല്യൂഷനും നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളുടെ പ്രശ്നങ്ങളെ പേരിട്ട് വിളിക്കുന്നത് നിർത്തുക. നിങ്ങളുടെ പ്രശ്നം എന്താ? തലവേദനയായിരിക്കാം, അതിന് സൈനസൈറ്റിസ്, ബാക്കിയുള്ള പ്രശ്നങ്ങൾ, അത് നിങ്ങളെ വേറെ അവസരങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ തലവേദന മാത്രമാണ്. നിങ്ങളുടെ തല ഇടയ്ക്ക് വേദനിക്കുന്നു, അതാണ് നിങ്ങളുടെ പ്രശ്നം. അതല്ലാതെ സൈനസൈറ്റിസ് അല്ല. നിങ്ങളുടെ ബാക്ക് പെയിൻ ഉണ്ടാകുന്നു, അത് ഡിസ്കോ എന്ത് പ്രശ്നമായിക്കോട്ടെ, ഇടയ്ക്ക് ബാക്ക് പെയിൻ എനിക്കുണ്ടാകുന്നു, അതാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പം ഞാൻ പറഞ്ഞ പോലെ ക്ലിയർ ആക്കി നോട്ട് ബുക്കിൽ അല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്ത് എഴുതി വെക്കുക. ഓക്കെ, നിങ്ങൾ ഇമ്പോസിഷൻ പോലെ ഒരുപാട് പ്രാവശ്യം എഴുതണ്ട, ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. ഒറ്റ പ്രാവശ്യം അത് എഴുതുമ്പം നിങ്ങൾ മനസ്സറിഞ്ഞ് എഴുതണം. നിങ്ങൾ ക്ലിയർ ആക്കി എഴുതണം. എന്തൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ള ഇപ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ എന്നുള്ളത് അത് നിങ്ങൾ ക്ലിയർ ആക്കി എഴുതണം. അങ്ങനെ എഴുതി കറക്റ്റ് ആക്കി എടുത്തു വെക്കുക. ഓക്കെ, ഇത് പുറത്ത് അലസായിട്ട് ഇട്ട് പോരുത്, അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞ ഏതോ 1-2 അങ്ങനെ ഇതേപോലെ അവര് ഇട്ടുപോകും, ബാക്കിയുള്ളവർ അത് കളിയാക്കാനുള്ള ഒരു അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത്. അപ്പം ഇത് ക്ലിയർ ആക്കി നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്?
എഴുതൂല, ഇന്ന് തന്നെ നിങ്ങൾ ചെയ്യൂല, ഈ ക്ലാസ് കഴിഞ്ഞ് ഉടനെ തന്നെ ചെയ്യുക. ഓക്കെ, അങ്ങനെ ആവുമ്പോഴേ നിങ്ങൾക്കും ഇതില് ഞാനിപ്പോ അതല്ലെങ്കിൽ നിങ്ങൾ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ ഒഴിവാക്കി വിടുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഒരുപാട് സെഷൻസ്, മോട്ടിവേഷൻ സെഷൻസ്, യൂട്യൂബിൽ നിന്ന് തന്നെ ഒരുപാട് ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാവും, ഫേസ്ബുക്കിൽ നിന്ന് ഒരുപാട് സംഭവങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൽ നിന്നും നിങ്ങൾക്ക് മാറ്റം വരണമെങ്കിൽ ഫസ്റ്റില് ഞാൻ തരുന്ന ടാസ്ക് ഇതാണ്. നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് ചെയ്യുക. ഓക്കെ, ഇനി ഇതിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ നിങ്ങൾക്ക് അൻസറിന് ബന്ധപ്പെടാം. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അൻസര ഈ ഒരു സെഷൻസിലൂടെ കുറച്ച് മുന്നേ, നിങ്ങളെക്കാളും ഒരു അല്പം മുന്നേ കടന്നു പോയതാണ്. അപ്പൊ നിങ്ങളെ ശരിക്കും ഗൈഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഒറ്റ പ്രാവശ്യം നിങ്ങൾ എഴുതി വെച്ചാൽ മതി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒക്കെ ഉള്ളത്. പിന്നെ ഇതിൽ അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാല്, നമ്മൾ അംഗീകരിക്കുക എന്ന് പറഞ്ഞാല് നമുക്ക് പറയാൻ ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, ഞാൻ അംഗീകരിച്ചു. എനിക്കും എൻ്റെ ഗുരുനാഥന്മാർ പറഞ്ഞു തന്നപ്പോ ഓക്കെ, നീ നിന്റെ പ്രശ്നങ്ങളൊക്കെ അംഗീകരിക്കടാ എന്ന് പറഞ്ഞപ്പോ ഓക്കെ ഞാൻ അംഗീകരിച്ചു, ശരി നെക്സ്റ്റ്, അങ്ങനെയാണ് നമ്മൾ പറയാ. ഓക്കെ, നമ്മൾ അംഗീകരിച്ചു. പക്ഷെ അങ്ങനെയല്ല, അതിന് ഒരുപാട് ആഴത്തിലുള്ള അർത്ഥമുണ്ട്. നമ്മളെ കൊണ്ട് ഒറ്റയടിക്ക് അക്സെപ്റ്റൻസ് സാധിക്കൂല. ആ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അംഗീകരിക്കുക എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് ഒറ്റയടിക്ക് സാധിക്കൂല. നമ്മൾ പറയും ഓക്കെ, എനിക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അതെനിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്, ബാക്കിയുള്ളവരെ എൻ്റെ ഫ്രണ്ട്സ് ബാക്കിയുള്ളവരൊക്കെ നല്ല ലൈഫ് ലീഡ് ചെയ്യുമ്പം എനിക്ക് മാനസികമായിട്ട് എനിക്കതിൽ എത്തിപ്പെടാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ചിന്തകളൊക്കെ എനിക്ക് വരുന്നുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരിക്കും. അത് നമ്മൾ മനസ്സിൽ ഒറ്റയടിക്ക് പറഞ്ഞു അത് ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് തീരില്ല. നമ്മൾ ഡീപ്പായിട്ട് നമുക്കിത് ചെല്ലണമെങ്കിൽ നമ്മളിത് നിരന്തരം നമ്മുടെ പ്രശ്നങ്ങൾ, നമുക്ക് ഈ ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് തലവേദനയുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, എന്നാലും സ്റ്റിൽ ഞാൻ എൻ്റെ ഈ ജീവിതത്തെ, എൻ്റെ ശരീരത്തെ, എൻ്റെ ലൈഫിനെ സ്നേഹിക്കുന്നു എന്നുള്ള സെൽഫ് ലവ്. ഓക്കെ, സെൽഫ് ലവ് നമ്മൾ അകത്തേക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാലാണ് ശരിക്കും ഈ സെൽഫ് ലവ് ആണ് നമ്മളെ ഈ അക്സെപ്റ്റൻസ്. നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, മനസ്സിന്റെ മേലെ നമ്മളെ ചിന്തയുടെ ചെറിയ പാളിയുണ്ട്, അതിൻ്റെ അകത്തേക്ക് മനസ്സിന്റെ വലിയ ഒരു ആഴത്തിലുള്ള ഒരു കുപ്പിയുണ്ട് മനസ്സിന്റെ അകത്ത്. അവിടെയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ആ കുപ്പിക്കുള്ളിലാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉള്ളത്. അപ്പൊ അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഈ അക്സെപ്റ്റൻസ്, അംഗീകരിക്കുന്നു എന്നുള്ള ആണി അടിച്ചടിച്ചുള്ളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ സെൽഫ് ലവ്, നമ്മളെ സ്വയം സ്നേഹിക്കുന്നു എന്നുള്ള ചുറ്റിക കൊണ്ട് നിങ്ങൾ അടിച്ചടിച്ചുള്ളിലേക്ക് എത്തണം. അത് ഒറ്റയടിക്ക് സാധിക്കില്ല. ഈ ഒറ്റയടിക്ക് ഞാൻ ചെയ്തു എന്ന് പറയുന്നതൊക്കെ കള്ളമാണ്. അങ്ങനെ സാധിക്കില്ല, അതൊക്കെ കള്ളമാണ്. നമ്മൾ ഇത് നിരന്തരം കൊടുത്തുകൊണ്ടിരുന്നാലേ നമ്മുടെ അക്സെപ്റ്റൻസ്, നമ്മുടെ അംഗീകരിക്കുന്നത് നമ്മുടെ ഉള്ളിലേക്ക് എത്തുള്ളൂ. അപ്പൊ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഇതിൽ നിങ്ങൾ എഴുതി വെക്കുന്ന ഓരോ പ്രശ്നങ്ങളെ, ഓക്കെ എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങനത്തെ പ്രശ്നമുണ്ട്, എനിക്ക് നിരന്തരമായിട്ട് ടെൻഷൻ അടിക്കുന്നു, ഈ സാമ്പത്തികപരമായിട്ട് ഞാൻ രക്ഷപ്പെടുന്നില്ല എന്നുള്ള ചിന്ത, പൈസ എന്നിലേക്ക് വരുന്നില്ല ആവശ്യത്തിന്, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട്, എന്നാലും അത് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എൻ്റെ ജീവിതത്തെ സ്നേഹിക്കുന്നു, ഞാൻ എൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്നു എന്നുള്ള അഫോർമേഷൻസ് നമ്മൾ നിരന്തരം കൊടുത്തുകൊണ്ടേയിരിക്കണം. എങ്കിലേ ഈ അക്സെപ്റ്റൻസ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കയറുള്ളൂ. നിങ്ങൾക്ക് ഈ അക്സെപ്റ്റൻസ് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ, ശരിക്കും നിങ്ങൾക്ക് ഒരുപാട് എന്തോ ഒരു കല്ല് നമ്മുടെ തലയിൽ നിന്നും എടുത്ത് മാറ്റി വെച്ച ഒരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടും. അതാണ് നമുക്ക് മനസ്സിലാവുക. ഈ ഒരു കല്ലെടുത്ത് നമ്മുടെ തലയിൽ നിന്നും മാറ്റി വെച്ച വലിയൊരു ഫീലിംഗ് നമുക്ക് വരും, നിങ്ങളുടെ അക്സെപ്റ്റൻസ് ശരിയായ രീതിയിൽ തലക്കകത്തേക്ക് കയറി കഴിഞ്ഞാൽ. ഓക്കെ, ക്ലിയർ അല്ലേ ഞാൻ പറയുന്നത്? അപ്പൊ നിങ്ങളെ ഇപ്പൊ മുതൽ ചെയ്യേണ്ടത്, നിങ്ങളൊരു തീരുമാനം എടുക്കുക. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്ത് തന്നെയായിരുന്നാലും അതിനെ നേരിട്ട് അതിൻ്റെ വെല്ലുവിളികളെ ആക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവാൻ ഞാൻ തയ്യാറാണ്, ഞാൻ ഒരുക്കമാണ്.
അതിൽ നിങ്ങൾ ക്ലിയർ ആക്കി വെച്ച എല്ലാ പോയിന്റ്സും ഓരോന്നെടുത്ത് നിങ്ങൾ അക്സെപ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യണം. ഈ പ്രശ്നത്തെ ഞാൻ അംഗീകരിക്കുന്നു, എന്നാലും എങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തെ, എൻ്റെ ശരീരത്തെ ഞാൻ സ്നേഹിക്കുന്നു. ഈ അഫോർമേഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. സെൽഫ് ലവിന്റെ വലിയൊരു സെക്ഷൻ വരുന്നുണ്ട്. അതിൽ ഞാൻ സെൽഫ് ലവിനെ കുറിച്ചുള്ള കൂടുതൽ ഡീപ്പായിട്ട് പറയേണ്ടതുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞ ക്ലിയർ അല്ലേ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിങ്ങൾ ഒറ്റ പ്രാവശ്യം ഇത് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ പറയുന്നത്? ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്യണം. അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നമ്മൾ സിമ്പിൾ അല്ല, ഇതിലിപ്പോൾ എന്താ കാര്യം, എൻ്റെ പ്രശ്നങ്ങൾ എനിക്കറിയാലോ. നമുക്കറിയില്ല. നമ്മുടെ പ്രശ്നം, ശരിക്കുള്ള പ്രശ്നം എന്താന്ന് നമുക്കറിയില്ല എന്നിടത്താണ് നമ്മുടെ പ്രശ്നം കിടക്കുന്നത്. നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രശ്നം അതാണ് ഇതാണ് എന്നൊക്കെ. നിങ്ങളൊന്ന് എഴുതി നോക്കൂ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നമെന്ന്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് തിരിച്ചറിവുകൾ വരും. എൻ്റെ പ്രശ്നം ശരിക്കും ഇത് തന്നെയാണോ, ഇതല്ലേ എൻ്റെ പ്രശ്നം എന്നുള്ള ഒരുപാട് സംഭവങ്ങൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വരും. നിങ്ങൾ ഇത്രയും കാലം നിങ്ങളുടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞിരുന്ന പല സംഭവങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളെ ആയിരുന്നിരിക്കില്ല ഒരു പക്ഷേ. ആ തിരിച്ചറിവ് കിട്ടണമെങ്കിൽ നിങ്ങളിത് എഴുതുക തന്നെ വേണം. ഓക്കെ, അപ്പൊ നാളെ വരുമ്പോ എല്ലാവരും ഇത് എഴുതി വരണം. ഓക്കെ, ഇത് ഏറ്റവും സേഫ് ആയിട്ട് എടുത്തു വെക്കണം, പുറത്താരും കാണരുത്. അത് ഞാൻ ആദ്യേ സംഭവം ചെയ്യാണ്. ഇനി നിങ്ങൾക്ക് അങ്ങനെ പുറത്തേക്ക് കാണും, പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ സെൽഫ് ലവിന്റെ അഫോർമേഷൻ കൊടുത്തുകൊണ്ട് ഈ സംഭവങ്ങൾ നിങ്ങൾ ഒന്നെങ്കിൽ കത്തിച്ച് കളയുക, അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ പീസാക്കി ഫ്ലഷ് ചെയ്ത് കളയുക. ഓക്കെ, നിങ്ങളുടെ പ്രശ്നങ്ങളെ. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒന്നാമത്തെ ടാസ്ക്. ഇതുവരെ ഞാൻ ടാസ്ക് ഒന്നും തന്നിട്ടില്ലല്ലോ. ഫസ്റ്റ് ടാസ്ക് ഇതാണ്. നിങ്ങളുടെ എല്ലാ സംഭവങ്ങളും, അത് അസുഖങ്ങളായിരിക്കാം, സാമ്പത്തികമായിരിക്കാം, എല്ലാ സംഭവങ്ങളും നിങ്ങൾ എഴുതിയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാനത് അംഗീകരിക്കുന്നു. പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും ഞാനത് അംഗീകരിക്കുന്നു എന്നിടത്താണ് നമ്മുടെ വിജയത്തിന്റെ ആദ്യ സ്റ്റെപ്പ്. നിങ്ങൾക്ക് വിൻസ്റ്റൺ ചർച്ചിലിനെ അറിയാമോ? വിൻസ്റ്റൺ ചർച്ചിൽ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഹിറ്റ്ലറെ ലോകം മൊത്തം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സമയം റഷ്യൻ ആക്രമിക്കുന്നു, ബ്രിട്ടൻ ആക്രമിക്കുന്നു, ഫ്രാൻസിനെ മൊത്തം കീഴടക്കി. ഇന്ത്യയിലടക്കം ആളുകൾ പരിഭ്രാന്തരായിരുന്നു 1944 സമയത്ത്. ആ ലോകം മൊത്തം പരിഭ്രാന്തരായിരുന്നു, എന്ത് ചെയ്യണമെന്നറിയാതെ. അപ്പൊ വിൻസ്റ്റൺ ചർച്ചിൽ വന്ന് പ്രസംഗിച്ചു. ഒരുപാട് പേര് ഈ ബ്രിട്ടനില് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ലോകത്ത് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ബ്രിട്ടൻ എപ്പോഴും സേഫ് ആണ് എന്നുള്ളത്. ആ സമയം വിൻസ്റ്റൺ ചർച്ചില് ബ്രിട്ടന്റെ അവരുടെ പാർലമെന്റ് മന്ദിരത്തിൽ കയറിയിട്ട് ഒരു പ്രസംഗം പ്രസംഗിച്ചു. അത് ഇന്നും ആളുകളെ പ്രചോദിപ്പിക്കുന്ന ഒരു പ്രസംഗമാണ്. അതിൽ അദ്ദേഹം പറഞ്ഞത്, നിങ്ങളെ എന്ത് തന്നെ പറഞ്ഞാലും ആദ്യം നമ്മുടെ പ്രശ്നങ്ങളെ, എന്ത് പ്രശ്നങ്ങളാണോ നമ്മൾ അഭിമുഖീകരിക്കുന്നത്, അതിനെ പഠിച്ച് അതിനെ അംഗീകരിച്ചതിൻ്റെ ശേഷം മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നതിൽ അർത്ഥമുള്ളൂ. ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള പ്രശ്നം ഹിറ്റ്ലർ ലോകം കീഴടക്കുന്നു എന്നുള്ളത് ഒരു സത്യമായ പ്രശ്നമാണ്. അതിനെ നിങ്ങൾ മൂടി വെക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. അത് നിങ്ങൾ അംഗീകരിക്കുന്നോ അന്ന് മുതലാണ് നമുക്ക് എങ്ങനെ ഇതിനെ തുരത്താം എന്നുള്ള സംഭവങ്ങൾ ആലോചിക്കാൻ പറ്റുള്ളൂ. ഹിറ്റ്ലറുടെ വിമാനം, അതേപോലെ തന്നെ വ്യോമസേന ഭയങ്കര സ്ട്രോങ് ആണ്. നമുക്കതിനെ നേരിട്ട് ആക്രമിക്കാൻ പറ്റില്ല. ആ സത്യം നമ്മൾ മനസ്സിലാക്കണം, അത് അംഗീകരിക്കണം. നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ളത് കപ്പൽ സേനയിലാണ്. നമ്മൾ കപ്പൽ സേനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇതിലേക്ക് മാത്രമായിട്ട് ബ്രിട്ടൻ കോൺസെൻട്രേറ്റ് ചെയ്തു അവരുടെ ഡിഫൻസ്. ബാക്കി ചരിത്രമാണ്. ബ്രിട്ടൻ മാത്രമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൽ പിടിച്ചു നിന്നത്. ലോകത്തെ മൊത്തം തിരിച്ചു കൊണ്ടുവന്നത് ബ്രിട്ടനും അമേരിക്കയും കൂടെ ചേർന്നിട്ടായിരുന്നു. ഇതിനൊക്കെ നമുക്ക് ആ ഒരു പവർ കിട്ടണമെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ലൈഫ് നേടിയെടുക്കാൻ, അത് പ്രധാനമന്ത്രിമാരുടെ ലൈഫ് മാത്രമല്ല കേട്ടോ, നമ്മുടെ ലൈഫിൽ നമ്മുടെ ചെറിയ നേട്ടങ്ങളായിരുന്നാലും നമുക്കത് ആർജവത്തോടെ നേടിയെടുക്കണമെങ്കിൽ
നമ്മുടെ പ്രശ്നം എന്താണെന്ന് കറക്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് എന്നുണ്ടായിരിക്കണം. നിങ്ങൾ ബൈജൂസ് ആപ്പിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഇന്ത്യയിലെ തന്നെ നമ്മുടെ കേരളക്കാരന്റെ ഒരു സംരംഭമായിരുന്നു ബൈജൂസ് ആപ്പ്. കേട്ടിട്ടുണ്ടായിരിക്കും ഇല്ലേ? കമന്റ് യെസ്. ബൈജൂസ് ആപ്പിന് എന്താ സംഭവിച്ചത്? ബൈജൂസ് ആപ്പ് ഫേസ്ബുക്ക് മെറ്റ അടക്കം ബൈജൂസ് ആപ്പിൽ നിക്ഷേപിച്ചിരുന്നു. ഒരുപാട് നിക്ഷേപങ്ങൾ ബൈജൂസ് ആപ്പിൽ വന്നിരുന്നു. പിന്നെ ബൈജൂസ് ആപ്പ് എങ്ങനെ ഇന്നത്തെ രീതിയിൽ തകർന്നു? ഒറ്റയടിക്ക് അങ്ങ് തകർന്നു പോയി. കാരണം അവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നപ്പം കൊറോണന്റെ ശേഷം ആളുകളൊക്കെ ഓൺലൈനിലെ യൂസേജ് കുറച്ചു. അപ്പം ബൈജൂസിന്റെ റവന്യൂ കുറഞ്ഞു. അത് അംഗീകരിച്ചുകൊണ്ട് മാറ്റങ്ങൾ വരുത്താൻ ബൈജൂസ് സ്ഥാപകൻ ബൈജു രവീന്ദ്രൻ തയ്യാറായില്ല. ഞങ്ങളിപ്പോഴും കൊമ്പത്ത് തന്നെയാണ്, ഞങ്ങൾക്ക് ഇനിയും ഞങ്ങൾ മെസ്സിയെ ഹയർ ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ഹയറിംഗ് ഒക്കെ നടത്തി അവരവരുടെ യഥാർത്ഥ സംഭവം മറച്ചു വെച്ചു. ഈ സംഭവങ്ങളൊക്കെ പെട്ടെന്ന് ആളുകളൊക്കെ അറിഞ്ഞപ്പം പൈസ നിക്ഷേപിച്ചിരുന്നവരെല്ലാം അതെടുത്തങ്ങ് തിരിച്ചുപോയി. ബൈജൂസ് ഒറ്റയടിക്ക് താഴെപ്പോയി. അപ്പം നിങ്ങൾ ഈ അക്സെപ്റ്റൻസ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ അംഗീകരിക്കുന്നതിലൂടെ നിങ്ങൾ ഒരിക്കലും താഴെ പോകുന്നില്ല. നിങ്ങളെ സ്ട്രോങ് ആക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളിലുള്ള പ്രശ്നങ്ങളെ ഇനിയും താഴെ പോവാതിരിക്കാൻ നിങ്ങളെ സ്ട്രോങ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പം കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഫൗണ്ടേഷൻ നിങ്ങൾ വളരെ കറക്റ്റ് ആക്കി വെക്കണം. അക്സെപ്റ്റൻസ് എന്നുള്ള. ഓക്കെ, ക്ലിയർ അല്ലേ ഞാൻ പറയുന്നത്? ഓ, വേറെ കുറെ ആൾക്കാർ ആഡ് ആയിട്ടുണ്ട്. ഇന്ന് ആളുകൾ കുറവാണല്ലോ, എല്ലാവരും ഉറങ്ങിപ്പോയോ? ഓക്കെ 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 ഓക്കെ. പിന്നെ നിങ്ങൾ ഇതിൻ്റെ ഒപ്പം ചെയ്യേണ്ട ഒരു സംഭവമാണ്, നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ സ്കെയിൽ ചെയ്യണം. നിങ്ങളുടെ ആങ്സൈറ്റി, ഡിപ്രഷൻ, വേദനകൾ എന്തും തന്നെ ആയിരിക്കോട്ടെ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ സ്കെയിൽ ചെയ്യണം. 1, 2, 3, 10 വരെയുള്ള ഒരു സ്കെയിലിൽ നിങ്ങൾ എത്ര സ്കെയിൽ ഉണ്ട് എന്നുള്ളത് അളക്കണം. നിങ്ങൾക്ക് നല്ല വേദന ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 10-ൽ 10 കൊടുക്കാം. അത്രയും ബുദ്ധിമുട്ടില്ലെങ്കിൽ കുറക്കാം. ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് 5-ൽ താഴെ കൊടുക്കാം. അങ്ങനെ നിങ്ങൾ സ്കെയിൽ ചെയ്ത് വെക്കണം. നിങ്ങളുടെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ട്, നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള പരാതികൾ, ബുദ്ധിമുട്ടുകൾ എത്രത്തോളം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് കറക്റ്റാക്കി നിങ്ങൾ എഴുതുന്നതിൽ തന്നെ ഒരു നമ്പർ ഇട്ട് വെക്കണം. എൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾ അതായത് കറക്റ്റ് നോക്കി എഴുതണ്ട, ഒരു ഏകദേശം എനിക്ക് 10-ൽ 4 എൻ്റെ തലവേദന എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നു, എൻ്റെ ലൈഫിന് അത്ര ബുദ്ധിമുട്ടിക്കുന്നില്ല, എന്നാൽ വരുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, 10-ൽ 4 ഞാൻ ഇടുന്നു. ഓക്കെ, അങ്ങനെ സ്കെയിൽ ചെയ്ത് വെക്കണം. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്, നിങ്ങളെ ഹെൽത്ത് ന്യൂസുകൾ ഒരുപാടായിട്ട് നിങ്ങൾ കേൾക്കരുത്. നമ്മുടെ പ്രശ്നങ്ങൾ, ഭയങ്ങൾ തെറാപ്പി കൊണ്ട് മാറ്റാം എന്നത് ശരിയാണോ? അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു തെറാപ്പിയാണ്. അക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെന്റ് തെറാപ്പി എന്ന് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി. അതാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ സംഭവങ്ങൾ നിങ്ങൾ അതേപോലെ ഫോളോ ചെയ്താൽ മതി, നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറും. ആ ഒരു അവയർനെസ് ആണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നത്. ആ ഒരു അവയർനെസ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് ഇത് മാറ്റാൻ സാധിക്കും, കാരണം നമ്മുടെ ഉള്ളിലുള്ള സംഭവമാണ്. ആ ഒരു അവയർനെസ് നിങ്ങൾ കൊടുത്തതിൻ്റെ ശേഷം ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് ഞാൻ തന്ന അക്സെപ്റ്റൻസിന്റെ ടാസ്ക് അത് നിങ്ങൾ ചെയ്യുക. ഇത് അക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെന്റ് തെറാപ്പി ആണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ ഒരുപാട് ഇപ്പൊ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഹെൽത്ത് ആങ്സൈറ്റി, ആരോഗ്യ കാര്യങ്ങളിൽ ആളുകൾക്ക് ഭയങ്കര ടെൻഷനാണ്. എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പം സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിസ്റ്റ് എന്ന് പറഞ്ഞ കുറെ ആളുകളുണ്ട്. സോഷ്യൽ മീഡിയ എങ്ങനെ അതിൽ വൈറലാക്കി എടുക്കാം എന്നുള്ളത്.
അവര് ഡോക്ടേഴ്സിനടക്കം ഹയർ ചെയ്ത് ചെയ്യുന്നത് നിങ്ങൾ അർദ്ധ സത്യങ്ങൾ, പകുതി സത്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയും. അപ്പൊ ആളുകൾ ഓ ഇങ്ങനെയൊക്കെ ഉണ്ട്, പാല് വിഷമാണ് വിളിച്ചു പറയും. അപ്പോൾ സാധാരണ നമ്മളെ നാട്ടിൽ ഒരുപാട് പാൽ ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ, അവരൊക്കെ ഒന്ന് ടെൻഷൻ ആവും, ഇത് സംഭവം വൈറലാവും. ഇതാണ് സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഈ സംഭവങ്ങള്? അപ്പം ഈ സംഭവത്തില് ഒരുപാട് ആളുകളെ ഇത് ടെൻസ്ഡ് ആക്കുന്നുണ്ട്, ഈ ഹെൽത്ത് ഇൻഫർമേഷൻ. ഇത് സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിസ്റ്റുകൾ അവരുടെ ആവശ്യത്തിന് വൈറലാക്കാൻ വേണ്ടി പടച്ചുവിടുന്ന സംഭവങ്ങളാണ്. ഇതിൽ അവർ ചെയ്യുന്നതെന്ന് വെച്ചാല് പൂർണ്ണമായിട്ടുള്ള നുണകളാവില്ല പറയുന്ന, അർദ്ധ സത്യങ്ങൾ വിളിച്ചു പറയും. അപ്പൊ ഇത് കേട്ടേണ്ട ആളുകൾ പേടിക്കും, എൻ്റെ അമ്മോ ഈ 4 ലക്ഷണങ്ങളുള്ളവർക്ക് അല്ലെങ്കിൽ ഈ 10 ലക്ഷണമുള്ളവർക്ക് ക്യാൻസർ ഉണ്ടാവാം. 10 ലക്ഷണങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അതിൽ ഏതെങ്കിലുമൊക്കെ പ്രശ്നം നമുക്ക് എന്തായാലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ അത് നോക്കിയിരുന്ന ടെൻഷൻ അടിക്കാൻ തുടങ്ങി എന്ത് സംഭവിക്കും? നമ്മൾ ടെൻഷൻ അടിക്കുമ്പം, നമ്മൾ ഡിപ്രസ്ഡ് ആവുമ്പം, നമ്മുടെ ചിന്തകൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പം നമ്മുടെ തലക്കകത്ത്, ശരീരത്തിനകത്ത് ഒരുപാട് ബയോ കെമിക്കൽ ചേഞ്ചുകൾ നടക്കുന്നുണ്ട്. നമ്മുടെ ഡോപാമൈൻ കൂടുന്നു, കോർട്ടിസോൾ കൂടുന്നു. കോർട്ടിസോൾ കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഹൃദയം വീക്കാവും. നിങ്ങൾ ടെൻഷൻ അടിച്ചാൽ എനിക്ക് ഈ അസുഖം വരാൻ സാധ്യതയുണ്ടോ എന്നിങ്ങനെ അതെന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷിക്ക് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റൂല. അപ്പൊ പ്രശ്നങ്ങൾ കൂടും. അപ്പം നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് ഹെൽത്ത് ഇൻഫർമേഷൻസ് നിങ്ങൾ വായിക്കുന്നത്, ഉപയോഗിക്കുന്നത്, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ മാറ്റിവെക്കുക. ഇത്രയധികം ഹെൽത്ത് ഇൻഫർമേഷൻ ഉണ്ടായിട്ടായിരുന്നോ നമുക്ക് മുന്നേയുള്ള ആളുകളൊക്കെ സന്തോഷത്തോടെ ജീവിച്ചത്? നമ്മൾ ദിവസം ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഹെൽത്ത് ടിപ്പുകള്, ഏതൊക്കെ രീതിയിൽ ജീവിക്കാം, ഏതൊക്കെ ഭക്ഷണം കഴിക്കാം, ഏതൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ചില ദിവസം കുറെ ആളുകൾ വന്ന് പറയുന്നു ചോറ് വിഷമാണ്, വെളുത്ത വിഷം, നിങ്ങളത് കഴിക്കാൻ പാടില്ല, അതൊക്കെ മാറ്റിവെക്ക്. പിറ്റേന്ന് വന്ന് പറയും നിങ്ങൾ ഗോതമ്പ് കഴിക്കരുത്, അതിൽ പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ പച്ചക്കറികൾ അധികമായിട്ട് കഴിക്കരുത്, നിങ്ങൾ മില്ലറ്റ്സ്, ചെറുധാന്യങ്ങള്, അതിൽ വിഷമുണ്ട്, ചിലര് പറയും അത് കഴിക്കണം എന്നുള്ളത്. ഇത്തരത്തിൽ ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരുപാട് ഡാറ്റകൾ ഇങ്ങനെ എടുത്തു വെക്കല്ല. അറബിയില് ഒരു ചൊല്ലുണ്ട്, ഇൽമുൻ നാഫിയ. നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള അറിവ്, നമുക്ക് അതുകൊണ്ട് ഉപകാരം കിട്ടണം. ഒരുപാട് തലയിൽ പൊങ്ങാത്ത ഇൻഫർമേഷൻസും ഡാറ്റകളും നമ്മുടെ തലയിലെടുത്ത് നമ്മൾ നടന്നിട്ട് നമുക്ക് ആരോഗ്യം കിട്ടില്ല. നമുക്ക് ഇൽമു നാഫിയ, നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള അറിവ് എന്ന് പറഞ്ഞാല് ഇതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള, അത് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നമായിരുന്നാലും ബന്ധങ്ങളോ എന്ത് പ്രശ്നമായിരുന്നാലും അതിനുള്ള മാർഗം, മറുമരുന്ന് അത് എൻ്റെ ഉള്ളിലാണ്. കാരണം എൻ്റെ ശരീരത്തിൽ രോഗപ്രതിരോധ സംവിധാനമുണ്ട്. ലോകത്തെ ഏറ്റവും മികച്ച രോഗപ്രതിരോധ സംവിധാനം, ഏറ്റവും മികച്ച ഡോക്ടർ എൻ്റെ ശരീരം തന്നെയാണ്. എൻ്റെ ശരീരത്തിന് എന്നെ പുനർനിർമ്മിച്ചെടുക്കാനുള്ള ശേഷിയുണ്ട്. എൻ്റെ ബന്ധങ്ങളിലുള്ള, എൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുടെ കാരണം എൻ്റെ ഉള്ളിലുള്ള നെഗറ്റീവ് ബിലീഫ്സ് ആണ്. ഞാൻ ചെറുപ്പത്തിലെ പൈസയെക്കുറിച്ച്, പൈസയുള്ള ആളുകളെ കുറിച്ച് തെറ്റായ വിചാരങ്ങളായിരുന്നു മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നത്. അതാണ് എൻ്റെ പ്രശ്നം. അത് മാറ്റിയെടുക്കാനുള്ള ശേഷി എനിക്കുണ്ട്. അതാണ് അവയർനെസ്. ഈ അവയർനെസ് ആണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള അറിവ്. അത് നിങ്ങളുടെ മനസ്സിന്റെ അകത്തേക്ക് കയറ്റുക. ബാക്കിയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ്, നിങ്ങൾക്ക് ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണം നിങ്ങൾക്ക് എന്ത് കഴിക്കുമ്പോഴും നിങ്ങൾ മൈൻഡ്ഫുൾ ആയിട്ട് കഴിക്കുക. ഇത് നിങ്ങളുടെ ശരീരമാണ്. എൻ്റെ ശരീരത്തിൻ്റെ ദഹന പ്രക്രിയക്ക് ഇതെല്ലാം ദഹിപ്പിച്ചെടുക്കേണ്ട ജോലിയുണ്ട്. അപ്പൊ അവന് ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ സന്തോഷത്തോടെ, സമാധാനത്തോടെ ഞാൻ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഓർത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്, മറ്റേത് കഴിക്കരുത് എന്നുള്ള ഭയങ്കരമായ കൺഫ്യൂഷൻസ് ഒക്കെ മാറ്റി വെക്കുക. റിലാക്സ്ഡ് ആവുക.
ഞാൻ ഈ പറഞ്ഞ പോലെ ഫസ്റ്റിൽ ഈ പ്രശ്നങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്, ആ അക്സെപ്റ്റൻസ് ആണ് നമുക്ക് പറയാനുള്ളത്. ചെറിയ ഒരു മെഡിറ്റേഷൻ കൂടി ചെയ്യാം, എന്നിട്ട് നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, പുതിയ 1-2 ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആർ യു റെഡി? കമന്റ് ആർ ഓർ റെഡി? കമന്റ്, നിങ്ങളുടെ മൊബൈൽ എടുത്ത് കമന്റ് ചെയ്യുക. ഓക്കെ, യെസ്, ആർ കമന്റ് ചെയ്തിട്ടുണ്ട്. ആർ, എല്ലാവരും കമന്റ് ചെയ്യൂ. ഇവിടെയുള്ള നമ്മളെ ഇതിലുള്ള എല്ലാവരും കമന്റ് ചെയ്യൂ. ഓക്കെ, കമന്റ് ചെയ്യൂ, കമന്റ് ചെയ്യൂ. ഓക്കെ 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 ഓക്കെ, കമന്റ് മാക്സിമം എല്ലാവരും കമന്റ് ചെയ്യൂ. പരമാവധി എല്ലാവരും വീഡിയോയിൽ തന്നെ വന്നിരിക്കാൻ നോക്കുക കേട്ടോ. അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിലേക്ക് ശരിക്കും ഫേസ് ടു ഫേസ് നിങ്ങൾക്കൊരു ഫീലിംഗ് വരിക. ഓക്കെ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു എന്തോ മറ്റേ സംഭവങ്ങൾ കാണുന്ന പോലെയല്ലേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. നിങ്ങളൊരു യൂട്യൂബ് വീഡിയോ കാണുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് അല്ലേ വരുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളാണ്. ഫസ്റ്റില് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ നമ്മുടെ മനസ്സ് പറയും, നീ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു, എന്താണ് പ്രശ്നം? അങ്ങേരാ ഡോക്ടർ വെറുതെ പറയുന്നതാണ്. നമ്മളെ മൈൻഡ് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. കാരണം നമ്മുടെ മൈൻഡിന് മാറുന്നത് ഇഷ്ടമല്ല. മാറിക്കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നമാവുമോ എന്ന് നമ്മുടെ മൈൻഡിന് പേടിയുണ്ട്. അപ്പം നമ്മുടെ മൈൻഡ് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാറ്റങ്ങളെ തടഞ്ഞു നിർത്തും. നീ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു, ഇനിയും കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് നമ്മൾ മൈൻഡ് പറയും. അപ്പം അതിനെ മാറ്റിവെച്ച് നമ്മൾ വീണ്ടും ഈ ആക്സെപ്റ്റൻസിൻ്റെ അഫോർമേഷൻസ് കൊടുത്തുകൊണ്ടേയിരിക്കും. റെക്കോർഡ് ഗ്രൂപ്പിൽ ഇടണേ. ഓക്കെ, ഇനി മുതൽ ഡെയിലി ഇടാം. ഓക്കെ, അതിൽ മെഡിറ്റേഷനിൽ, ഇന്നത്തെ മെഡിറ്റേഷനിൽ നിങ്ങൾ ബ്രീത്തിങ് എക്സസൈസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഫസ്റ്റിൽ ഒരു മൂക്കിൽ കൈവെക്കുക. ഓക്കെ, ഒരു മൂക്കിൽ കൈ വെച്ചിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, മാക്സിമം എടുക്കുക. ഓക്കെ, എന്നിട്ട് മറ്റേ മൂക്കിൽ കൈ വെച്ചിട്ട് പുറത്തേക്ക് വിടുക. ഓക്കെ, ഇനി തിരിച്ചും അതേപോലെ ചെയ്യുക, മൂക്ക് മാറ്റി ചെയ്യുക. പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടാം. ഇത് നമ്മുടെ ശരീരത്തിൽ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സിമ്പത്തറ്റിക്, പാരാസിമ്പത്തറ്റിക്. നിങ്ങൾ പഴയ വേദപുസ്തകങ്ങളോ അതേപോലെ തന്നെ യോഗയുടെ പുസ്തകങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അതിൽ വേറൊരു വേർഡ് അതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇഡാ പിംഗ്ല എന്നുള്ള വേർഡാണ്. ഇന്ന് സയൻസിൽ നമ്മൾ എടുത്തു നോക്കിയാൽ അങ്ങനെ ഇഡാ പിംഗ്ല എന്നുള്ള നാഡികളില്ല. പക്ഷെ അന്നത്തെ പല ആളുകൾ ഈ ഇഡാ പിംഗ്ല എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് ഈ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം ആയിരുന്നു, സിമ്പത്തറ്റിക്, പാരാസിമ്പത്തറ്റിക്. അപ്പം നിങ്ങൾ അക്സെപ്റ്റൻസ് കമ്മിറ്റ്മെന്റ് തെറാപ്പി ചെയ്യാൻ വേണ്ടിയുള്ള, നമ്മൾ ഈ അക്സെപ്റ്റൻസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ബ്രീത്തിങ് എക്സസൈസ് ഇതേപോലെ ആയിരിക്കണം. ഇത് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ശരീരത്തിനുള്ളിലേക്ക് ഒരു ഹാപ്പിനെസ് ഫീല്, ഹാപ്പിനെസ് ആണോ അത് നിങ്ങൾക്ക് എന്ത് പേരിട്ട് വിളിക്കാം, എന്തോ ഒരു ഭാരം ഒഴിഞ്ഞു പോയ പോലെയുള്ള ഒരു ഫീലിംഗ് നിങ്ങളിലേക്ക് വരും. അതുവരെ നിങ്ങൾ അക്സെപ്റ്റൻസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റില് ടേക്ക് യുവർ ബ്രീത്ത്, വൺ നോസ്, ബ്രീത്ത് ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യുക, എന്നിട്ട് മൂക്ക് മാറ്റി പുറത്തേക്ക് വിടുക. ഓക്കെ, ടേക്ക് യുവർ ബ്രീത്ത്. ഓക്കെ, ബ്രീത്ത് ചെയ്യുക. ഇനി ഞാൻ സ്ഥിരമായിട്ട് പറയാവുന്ന പോലെയുള്ള നമ്മുടെ കൈകൾ റബ്ബ് ചെയ്യുക. ഇതെന്താണ്? സ്റ്റിമുലേഷൻ ആണ്, നെർവസ് സിസ്റ്റത്തിലേക്കുള്ള സ്റ്റിമുലേഷൻ ആണ് നമ്മൾ കൈകൾ റബ്ബ് ചെയ്യുന്നത്. ഓക്കെ, കൈകൾ റബ്ബ് ചെയ്യുക. ഓക്കെ, റബ്ബ് ചെയ്യുന്നില്ല, എല്ലാവരും റബ്ബ് ചെയ്യുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സൗണ്ട് ക്ലിയർ അല്ലേ? എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, കൈകൾ റബ്ബ് ചെയ്യുക. ഇത് നമ്മുടെ തലക്കകത്തുള്ള ന്യൂറോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ തലക്കകത്ത് ബ്രെയിനിൽ 2 സെക്ഷൻസ് ഉണ്ട്, ഇടതും വലതും. അതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരുപാട് ട്രാക്കുകൾ ഉണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ മാറി മാറി ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് 2 ഭാഗത്തും അത് സ്റ്റിമുലേഷന് കാരണമാവും. ഓക്കെ, അപ്പം ഇത്
കുറച്ച് സമയം ഇതേപോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നിട്ട് നമ്മൾ നിർത്താം. എന്നിട്ട് കൈകൾ താഴെ വെക്കാം. നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കാം. ഓക്കെ, റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. മാക്സിമം നിങ്ങൾ റിലാക്സേഷൻ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങളുടെ കാലുകൾ റിലാക്സ് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങളുടെ ശരീരം തൊടഭാഗങ്ങൾ റിലാക്സ് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങളുടെ വയറ് റിലാക്സ് ചെയ്യുന്നു. നിങ്ങളുടെ വയറ് വീണ്ടും വീണ്ടും റിലാക്സ് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങളുടെ നെഞ്ചുഭാഗം റിലാക്സ് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. നെഞ്ചിൽ നിങ്ങളുടെ ഹൃദയമുണ്ട്. നിങ്ങൾ ടെൻഷൻ അടിക്കുമ്പം രക്തം ഓവറായിട്ട് പമ്പ് ചെയ്ത് നിങ്ങളെ സംരക്ഷിച്ചിരുന്ന നിങ്ങളുടെ ഹൃദയമുണ്ട് അവിടെ. എത്ര കാലമായില്ലേ നമ്മുടെ ഹൃദയം ഇങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഓരോ സെക്കൻഡിലും ഓരോന്നായിട്ട്, ഓരോ സെക്കൻഡ് വേണ്ട, 0.8 സെക്കൻഡ്, ഓക്കെ, 0.8 സെക്കൻഡിൽ ഹൃദയം മിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത്രയും ഫാസ്റ്റായിട്ട് നമ്മുടെ ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ കൈകൾ എടുത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ വെക്കുക. ഓക്കെ, ഹൃദയത്തിൻ്റെ മിടിപ്പ് നിങ്ങൾ ഫീൽ ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, നിങ്ങളുടെ റിലാക്സ്ഡ് ആണ് നിങ്ങളുടെ ശരീരം. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മുകളിൽ വെക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവർക്കും ചിലപ്പോൾ ഒറ്റയടിക്ക് സാധിച്ചെന്ന് വരില്ല. ദാറ്റ്സ് ഓക്കെ. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മേലെ നിങ്ങളുടെ കൈകൾ വെക്കുക. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഹൃദയം എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ റിലാക്സ്ഡ് ആയിരുന്നാലും, നിങ്ങൾ ടെൻസ്ഡ് ആയിരുന്നാലും, നിങ്ങൾ ആങ്ഷ്യസ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്നാലും, നിങ്ങളുടെ വർക്ക് ടെൻഷനോ വീട്ടിൽ കുട്ടികൾ പറഞ്ഞ അനുസരിക്കുന്നില്ലെന്നോ, എന്ത് ബുദ്ധിമുട്ട് വരുമ്പോഴും, നിങ്ങൾ അസുഖമായിട്ട് ടെൻഷൻ അടിക്കുമ്പോഴും ഒക്കെ നിങ്ങളുടെ ഈ ഹൃദയം അവിടെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ ഓവറായിട്ട് ടെൻഷൻ അടിച്ചാൽ ഹൃദയത്തിനും ഓവർ വർക്ക് വരും. ഓക്കെ, അപ്പം നിങ്ങളുടെ ഹൃദയത്തിൽ കൈകൾ വെക്കുക. ഓക്കെ, എന്നിട്ട് അത് ഫീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പരമാവധി. ഓക്കെ, നിങ്ങൾ ഫീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഹൃദയം അവിടെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൽ എന്നിട്ട് നിങ്ങൾ ഈ അഫോർമേഷൻസ് കൊടുത്തുകൊണ്ടേയിരിക്കണം. എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എനിക്ക് സങ്കടങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് രോഗങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾ, ഞാനത് വിചാരിച്ചിട്ട് എന്നെക്കൊണ്ട് മാറ്റാൻ സാധിക്കാത്ത ഒരുപാട് ബുദ്ധിമുട്ടുകൾ. ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നത് അത് ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങളായിരുന്നെന്നാണ്. അതല്ല, അത് എൻ്റെ പ്രശ്നങ്ങളാണ്. അത് ഞാൻ മാറ്റം വരുത്തും. അത് ഞാൻ അംഗീകരിക്കുന്നു. എൻ്റെ തെറ്റുകൾ ഞാൻ തിരിച്ചറിയുന്നു. ഞാനതിൽ മാറ്റം വരുത്തും. ഇത് ഞാൻ അംഗീകരിക്കുന്നു. ഈ പ്രശ്നങ്ങൾ ഞാൻ അംഗീകരിക്കുന്നു. എന്നാലും ഞാൻ എൻ്റെ ശരീരത്തെ, എൻ്റെ ജീവിതത്തെ, എൻ്റെ ഹൃദയത്തെ ഞാൻ സ്നേഹിക്കുന്നു. ഓക്കെ, അഗെയിൻ ടേക്ക് ബ്രീത്ത്. ഇനി കൈകളെടുത്തോ, മൂക്കിൽ വെച്ചോ, മാറി ബ്രീത്ത് ചെയ്തോ. മൂക്കുകൾ മാറി ഡീപ്പ് ബ്രീത്ത്. പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടാം. ടേക്ക് ഡീപ്പ് ബ്രെത്ത്. മാക്സിമം എടുക്കുക. എന്നിട്ട് പതുക്കെ പുറത്തേക്ക് വിടുക. ഓക്കെ, മാക്സിമം നിങ്ങൾ ഓരോ സ്റ്റെപ്പിലും റിലാക്സ് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങളുടെ സങ്കല്പത്തിൻ്റെ ശേഷി നമ്മൾക്ക് പ്രശ്നമല്ല. വീണ്ടും വീണ്ടും സങ്കല്പിക്കുക, ഞാൻ റിലാക്സ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വെച്ച് അതേ കൈകളെടുത്ത് നിങ്ങളുടെ വയറിൽ വെക്കുക. ഹൃദയത്തിനകത്ത് വെച്ച് അതേ കൈയെടുത്ത് നിങ്ങളുടെ വയറിൽ വെക്കുക. നിങ്ങളുടെ വയറും ഒരുപാട് കാലമായിട്ട് വർക്ക് ചെയ്യുന്നു. നിങ്ങൾ ടെൻഷൻ അടിക്കുമ്പം, ഓവറായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ, അതേപോലെ തന്നെ ചിലർ ടെൻഷൻ അടിച്ചാൽ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഒക്കെ നമ്മുടെ വയറ്, ആമാശയം, ചെറുകുടൽ, വൻകുടൽ എല്ലാം അവിടെ കാത്തിരിക്കുകയാണ്. നമ്മൾക്ക് ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടി എന്നും റെഡി ആയിട്ട് നമ്മുടെ ദഹന സിസ്റ്റം അവിടെ കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ചാൽ ഇവനെ ഭയങ്കരമായിട്ട് നമ്മൾ ബുദ്ധിമുട്ടിക്കുകയാണ്. നമ്മൾ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറിന്ന് കാളില്ലേ? അതിൻ്റെ കാരണം അവിടെയുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് പുറത്ത് ചാടി അവിടെയൊക്കെ പൊള്ളലുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എൻ്റെ അകത്തായിരുന്നു. എൻ്റെ പ്രശ്നം ഞാൻ അതിനെ അംഗീകരിക്കുന്നു. ഇത് ഞാൻ കമ്മിറ്റ് ചെയ്യുന്നു.
എന്നാലും ഞാൻ എൻ്റെ ദഹന വ്യവസ്ഥയെ, എൻ്റെ ശരീരത്തെ ഞാൻ സ്നേഹിക്കുന്നു, എൻ്റെ ജീവിതത്തെ ഞാൻ സ്നേഹിക്കുന്നു. ഓക്കെ, ടേക്ക് യുവർ ഹാൻഡ്സ്. ഓക്കെ, അഗെയിൻ ടേക്ക് യുവർ ബ്രീത്ത്. ഒന്നും കൂടി ബ്രീത്ത് എടുക്കുക, മൂക്കിൽ കൈകൾ വെച്ചിട്ട്. ടേക്ക് ബ്രീത്ത് അഗെയിൻ. ഇന്നത്തെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് സെഷൻ ആണല്ലേ. ഓക്കെ, ആക്സെപ്റ്റൻസ് അങ്ങനെയാണ്. നമ്മൾ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കി നിങ്ങൾ എടുക്കണം. എന്നിട്ട് അത് പൂർണ്ണമായിട്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് അടിച്ചടിച്ചിറക്കണം. ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാനിത് അംഗീകരിക്കാത്തത് കൊണ്ടായിരുന്നു. ഞാനിത് അംഗീകരിച്ചിട്ടില്ല. എൻ്റെ മനസ്സിൻ്റെ അകത്തളം കൊണ്ട് ഞാനിത് അംഗീകരിച്ചിട്ടില്ലായിരുന്നു. അതാണ് എൻ്റെ പ്രശ്നങ്ങൾ കൂട്ടിയത്. ഈ പ്രശ്നങ്ങളെ ഞാനിപ്പോൾ അംഗീകരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ ഇനിയുള്ള സമയത്ത് ഇത് ഓരോന്നായിട്ട് എണ്ണി പറയുക. നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എണ്ണി പറയുക. ഈ പ്രശ്നം എനിക്കുണ്ട്, എങ്കിലും ഞാനതിനെ അംഗീകരിക്കുന്നു. ഞാൻ എൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്നു. ഈ പ്രശ്നങ്ങൾ എനിക്കുണ്ട്, എങ്കിലും ഞാൻ എൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തെ സ്നേഹിക്കുന്നു. ഈ പ്രശ്നങ്ങൾ എനിക്കുണ്ട്, ഞാൻ അതിനെ അംഗീകരിക്കുന്നു, എങ്കിലും ഞാൻ എൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്നു. അഫോർമേഷൻസ് കൊടുത്തുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾ നിങ്ങളുടെ മനസ്സ് വരട്ടെ. നിങ്ങൾക്ക് ഇവിടെ ഇങ്ങോട്ട് വരാൻ കാരണമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല നിങ്ങൾക്ക്. ആ പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങൾ എടുക്കുക, ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഞാനിതിനെ അംഗീകരിക്കുന്നു, എന്നാലും ഞാൻ എൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്നു. ഇതിനെ ഞാൻ അംഗീകരിക്കുന്നു, എന്നാലും ഞാൻ എൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്നു എന്നുള്ളത് നിങ്ങൾ വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, ടേക്ക് യുവർ ബ്രീത്ത്. ഓപ്പോസിറ്റ് മൂക്കിലൂടെ പുറത്തേക്ക് വിടുക. ഇത് അഗെയിൻ ചെയ്തുകൊണ്ടേയിരിക്കുക. ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു ഈ പ്രശ്നങ്ങളെ, എന്നാലും ഞാൻ എൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്നു എന്നുള്ളത് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ ഓക്കെ, ബ്രേക്ക് യുവർ റിലാക്സേഷൻ. അഗെയിൻ കം ബാക്ക്. ഓക്കെ, ചെയ്തില്ല എല്ലാവരും? അപ്പം ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം രാവിലെ ഈ ഒരു സമയത്ത് മാത്രമല്ല, നിങ്ങൾക്ക് ഒഴിവ് കിട്ടുമ്പോഴെല്ലാം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ ടെൻഷൻ അടിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ടെൻഷൻ അടിക്കുമ്പോൾ, നിങ്ങൾക്ക് ഡിപ്രഷൻ വരുമ്പോൾ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, നിങ്ങൾ സാമ്പത്തികപരമായിട്ടുള്ള ഈ ചിന്തകളൊക്കെ വരുമ്പോൾ, നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ ഹൃദയത്തെ, ഇടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയത്തെ, നിങ്ങളുടെ വയറിനെ നിങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പ്രശ്നങ്ങൾ എനിക്കുണ്ട്, ഞാൻ അതിനെ അംഗീകരിക്കുന്നു എന്നുള്ള അഫോർമേഷൻസ് കൊടുക്കണം. എന്നാലും ഞാൻ എൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്നു, എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ള അഫോർമേഷൻസ് ഡെയിലി കൊടുത്തുകൊണ്ടേയിരിക്കുക. അത് കഴിയുമ്പോൾ നിങ്ങളിലേക്ക് ഒരു സമാധാനം, ഒരു ഭാരം ഇറങ്ങിപ്പോയ ഒരു ഫീലിംഗ് വരും. എത്രത്തോളം വലിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, അത്രത്തോളം വലിയൊരു സമാധാനവും നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഒരു പ്രയാസത്തിന് ശേഷം ഒരു എളുപ്പമുണ്ട് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെ ഇതൊന്ന് മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ ഒരു സമാധാനം വരും. ബാക്കിയുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ഒരുപാട് കുത്തി നിറക്കാനുള്ള സ്പേസ് നിങ്ങളുടെ മൈൻഡിൻ്റെ അകത്ത്, ബ്രെയിനിൻ്റെ അകത്ത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ എല്ലാം പറയുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എന്തുണ്ടോ? യു ക്യാൻ ആസ്ക്. ഓക്കെ, ആരൊക്കെ വീഡിയോ ഓൺ ആക്കി വീണ്ടും ഓഫ് ആക്കുന്നൊക്കെ ഉണ്ട്. മാക്സിമം വീഡിയോ ഓൺ ആക്കിയിരിക്കും. ഇന്ന് അധികം പേരും വീഡിയോ ഓൺ ആക്കിയില്ല അല്ലേ? മാക്സിമം വീഡിയോ ഓൺ ആക്കിയിരിക്കാൻ വേണ്ടി ശ്രമിക്കാട്ടോ. ഹലോ, കമന്റ്. ക്ലിയർ ആണോ സംഭവങ്ങളൊക്കെ പറഞ്ഞത്? കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ചോദിക്കൂ. യെസ്, കമന്റ് യെസ് ഇഫ് യു ആർ ക്ലിയർ.
ക്രിസ്റ്റൽ ക്ലിയർ ആണ് കാര്യമെങ്കിൽ എസ് ലോ ഓഫ് അട്രാക്ഷൻ എന്താണ് അത് അടുത്ത ക്ലാസ്സിൽ അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾ എന്താണോ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുന്നത്, നിങ്ങൾ ഇപ്പം വരെ ചിന്തിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ, ദുരന്തങ്ങളാണെങ്കിൽ അതിനെ അംഗീകരിച്ചുകൊണ്ട് അതിനെ മാറ്റി നിർത്തുക. അതല്ലെങ്കിൽ നിങ്ങളിതിപ്പോൾ അംഗീകരിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നിങ്ങൾ അംഗീകരിച്ചില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഇടയ്ക്കൊക്കെ ചെറിയ സങ്കടം ഉണ്ടാവും, അത് ഫ്രണ്ട്സും ഇവരൊക്കെ ഇതാക്കുമ്പോഴാണ് എനിക്ക് പ്രശ്നങ്ങൾ വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മൈൻഡിന്റെ അകത്ത് നിങ്ങളുടെ മനസ്സിനോടാണ് നിങ്ങൾ ശത്രുത പ്രഖ്യാപിക്കുന്നത്. നിങ്ങളുടെ മനസ്സിനകത്തുള്ള പ്രശ്നങ്ങളെ നിങ്ങൾ അംഗീകരിക്കാതിരുന്നാൽ നിങ്ങളുടെ മനസ്സിന്റെ അകത്താണ് പ്രശ്നങ്ങൾ നടക്കുന്നത്. യുദ്ധം നടക്കുന്നത്, ഘോര യുദ്ധം നടക്കുന്നത് നിങ്ങളുടെ മനസ്സിന്റെ അകത്തായിരിക്കും. നിങ്ങൾക്ക് ആങ്സൈറ്റി വരുന്നു, നിങ്ങൾക്ക് ടെൻഷൻ വരുന്നു, എനിക്ക് പ്രശ്നങ്ങളുണ്ട്, എൻ്റെ വയറിൽ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ട്, ആങ്സൈറ്റി വരുന്നു. നിങ്ങൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ മനസ്സിന്റെ അകത്തായിരിക്കും യുദ്ധം നടക്കുന്നത്. അതൊരു കാലത്തും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ യുദ്ധം നടത്തി നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കില്ല. കാരണം നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ചിന്തകൾ മാത്രമല്ല, മനസ്സിന്റെ അകത്തേക്ക് വലിയൊരു മനസ്സുണ്ട്. ഞാൻ മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞ വലിയ മനസ്സ്. അപ്പൊ അതിനെതിരെ നിങ്ങൾക്ക് ചെറിയ പാളി കൊണ്ട് യുദ്ധം നടത്താൻ പറ്റില്ല. നിങ്ങൾ നിരുപാധികമായിട്ട്, ഒരു ഉപാധിയില്ല, ആരുടെയും പ്രശ്നമല്ല, എൻ്റെ പ്രശ്നമായിരുന്നു, ഞാനത് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യണം കംപ്ലീറ്റ് ആയിട്ട്. ഇതൊരു ഡീപ്പ് സബ്ജക്റ്റ് ആണ്. നെക്സ്റ്റ് ഡേ ഓക്കെ 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 ചെയ്യാം. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കൂടുതൽ ചോദിക്കാം, ചെയ്യാം. ഓക്കെ, അക്സെപ്റ്റൻസ് നമുക്ക് ഓരോ സബ്ജക്റ്റിലും കുറെ ഡീപ്പായിട്ടല്ല, നമുക്ക് ഇനിയും കുറെ സെൽഫ് ലവ് ഉണ്ട്, അതേപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്, അങ്ങനത്തെ കുറെ ടോപ്പിക്സ് ഉണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് എങ്ങനെ ഒരു എഫിഷ്യൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് തരാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തു തരും. ഓക്കെ, താങ്ക് യു. ടെൻഷൻ ഓവർ ആണ്, സ്വെറ്റിംഗ് ഹെവിലി ടു. ഓക്കെ, ടെൻഷൻ, അപ്പം ടെൻഷൻ എന്നല്ല, നിങ്ങളുടെ ടെൻഷൻ എന്തുകൊണ്ടാണ്, എന്താണ് നിങ്ങളുടെ ടെൻഷൻ, എന്ത് ചിന്ത വരുമ്പോഴാണ് നിങ്ങളുടെ ടെൻഷൻ, അതാണ് നിങ്ങൾ ക്ലിയർ ആക്കേണ്ടത്. ടെൻഷൻ എന്നല്ല. ഞാൻ പറഞ്ഞ ബുക്കിൽ എഴുതി വെക്കുമ്പം ടെൻഷൻ എന്നല്ല എഴുതി വെക്കേണ്ടത്. ടെൻഷൻ എന്ന് പറഞ്ഞാൽ വേർഡിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല, എന്ത് ടെൻഷനും ആയിരിക്കാം. ടെൻഷൻ എന്ന് പറഞ്ഞാൽ മനസ്സ് നമുക്കപ്പം നമ്മുടെ കൺട്രോൾ അല്ല എന്നുള്ളത് മീനിങ് ഉള്ളൂ. എന്ത് ചിന്തയാണ് നിങ്ങൾക്ക് പ്രശ്നം, അതില് എന്തൊക്കെയാണ് അതിലെ നിങ്ങൾക്ക് കാരണമായിട്ട് വന്നത് എന്തൊക്കെയാണ്, ഇപ്പം എന്ത് ചിന്തയാണ് നിങ്ങളെ പ്രശ്നമായിട്ടുണ്ടായത് എന്നുള്ളത് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ക്ലാരിറ്റി ഉണ്ടോ, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടോ അതിനനുസരിച്ച് ഉത്തരങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ലേ. ചോദ്യങ്ങളുടെ ക്ലാരിറ്റിയാണ് ഉത്തരങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. നിങ്ങൾ അവിടെ ഇവിടെയും തൊടാത്ത ചോദ്യങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരങ്ങളും അവിടെ ഇവിടെയും തൊടാത്ത ഉത്തരങ്ങളായിരിക്കും. അതേപോലെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളുടെ സൊല്യൂഷൻസിനും അതിനുള്ള മറുമരുന്നിനും ക്ലാരിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് നിർബന്ധമായിട്ടും ഇന്നത് എഴുതി വെക്കുക. അന്നേരം ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത്. ഞാൻ മെഡിറ്റേഷൻ ഡീപ്പായി ചെയ്യുമ്പോൾ ശരീരത്തിൽ കുറയുന്നത്. ഓക്കെ, സന്തോഷം വരും. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് ഫീൽ ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ നിരന്തരം ചെയ്തിട്ട് ഇത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സെഷൻ. ഓക്കെ, നമുക്കെന്നാ ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ എല്ലാവരും? നമ്മൾ ഒരുപാട് നേരം ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. കുറച്ച് നമ്മുടെ ബ്രെയിനിന് പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന കപ്പാസിറ്റി വളരെ കുറവാണ്. മാക്സിമം 45 മിനിറ്റ് ആണ് അതിന്റെ കണക്ക് പറയുന്നത്. അതിന്റെ അപ്പുറം നമ്മൾ ചെയ്തുകൊണ്ട് ശേഷം പ്രത്യേകിച്ച് കാര്യമില്ല. ഇത് എന്ന് തീരുമാനിച്ചാണ് വിഷമങ്ങൾ മാറാം. ഓക്കെ ഓക്കെ, ഗുഡ് ഡേ. ഓക്കെ, താങ്ക് യു.